Hi all. Welcome back to another session of hydraulics. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഓൺ സർഫസസ് സ്റ്റാർട്ട് ചെയ്തു. നമുക്കറിയാം, നമ്മൾ ഏതൊരു ലിക്വിഡ് മീഡിയത്തിൽ ഒരു സർഫസ് ഇമ്മേഴ്സ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ മുകളിൽ ഫോഴ്സസ് ആക്ട് ചെയ്യും അല്ലെ. അതായത് ലിക്വിഡിന്റെ പ്രഷർ ഉണ്ട്, ലിക്വിഡ് പ്രഷറിനെ നമ്മളൊരു ഫോഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. സോ ആ സർഫസിന്റെ മുകളിലുള്ള പ്രഷറിന്റെ എൻ്റയർ പ്രഷറിനെ നമ്മൾ ഒരു സിംഗിൾ പോയിന്റ് ഫോഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്താൽ അതിനാണ് നമ്മൾ ടോട്ടൽ പ്രഷർ അല്ലെങ്കിൽ ടോട്ടൽ പ്രഷർ ഫോഴ്സ് എന്ന് വിളിക്കുക. ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സെന്റർ ഓഫ് പ്രഷർ എന്ന് വിളിക്കുക. സോ സെന്റർ ഓഫ് പ്രഷർ എന്താണ്, ടോട്ടൽ പ്രഷർ എന്താണ് എന്നൊക്കെ നമ്മൾ കണ്ടു. അതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കേസ്, അതായത് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ലിക്വിഡ് മീഡിയത്തിൽ ഒരു പ്ലെയിൻ സർഫസ് ഇമ്മേഴ്സ് ചെയ്തത് വെർട്ടിക്കൽ പൊസിഷനിലാണെങ്കിൽ, അതായത് കുത്തനെയാണെങ്കിൽ അതിന്റെ മുകളിൽ വരുന്ന ടോട്ടൽ പ്രഷർ എത്രയായിരിക്കും, അത് ആക്ട് ചെയ്യുന്ന സെന്റർ ഓഫ് പ്രഷർ പോയിന്റ് നമ്മുടെ ഫ്രീ സർഫസിന് എത്രയായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു 3 കേസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതിലൊരു കേസാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്, വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ്. സോ അതിന്റെ കേസിൽ നമുക്ക് തിയറി ഓഫ് സ്ട്രക്ചേഴ്സിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ റീകോൾ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു. സോ അതിന്റെ ലിങ്കും വീഡിയോസും ഒക്കെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിരുന്നു. നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഡെറിവേഷൻ പാർട്ട് ക്ലിയർ ആയി എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ അടുത്ത 2 ഡെറിവേഷനിലോട്ട് പോവാണ്. സോ 3 രീതിയിലാണ് നമ്മൾ ഇമ്മേഴ്സ് ചെയ്ത കേസസ് കാണുന്നത്. അതിൽ ഒന്നാമത്തെ ഞാൻ പറഞ്ഞതുപോലെ വെർട്ടിക്കലും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി 2 കേസസ് കൂടിയുണ്ട്. ആ 2 കേസസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. ഒരെണ്ണം, നമ്മൾ ഈ പ്ലെയിൻ സർഫസ് ഹൊറിസോണ്ടൽ ആയിട്ട്, എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രീ സർഫസിന് പാരലൽ ആയിട്ട് ഒരു സർഫസ് മുക്കിയിടുകയാണെങ്കിൽ അതിന്റെ മുകളിൽ ഉണ്ടാകുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് എന്തായിരിക്കും, അതിന്റെ പ്രഷർ ഫോഴ്സ് എത്രയാണ്, അതുപോലെ സെന്റർ ഓഫ് പ്രഷർ എവിടെയാണ്. നെക്സ്റ്റ്, ഇതേ പ്ലെയിൻ സർഫസ് നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇതിൻ്റെ അകത്ത് ഡിപ്പ് ചെയ്യുന്നെങ്കിൽ, ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇമ്മേഴ്സ് ചെയ്യുന്നെങ്കിൽ, ആ ഇൻക്ലൈൻഡ് സർഫസിന് മുകളിലുള്ള ടോട്ടൽ പ്രഷർ എത്രയായിരിക്കും, സെന്റർ ഓഫ് പ്രഷർ എവിടെയായിരിക്കും. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്യുക. സോ ഇതും ബേസിക്കലി ഒരു ഡെറിവേഷൻ സെഷൻ ആണ്. ലെറ്റ് us സ്റ്റാർട്ട് വിത്ത് ഹൊറിസോണ്ടൽ സർഫസസ്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു ഹൊറിസോണ്ടൽ സർഫസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫ്രീ സർഫസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ഫ്രീ സർഫസിൽ നിന്ന് പാരലൽ ആയിട്ട്, സോ ഈ സർഫസിന് പാരലൽ ആയിട്ടായിരിക്കും നമ്മുടെ ഈ പ്ലെയിൻ ബോഡി ഉണ്ടാവുക. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മ ഉണ്ടാവും, ഇതേ ഒരു ഷേപ്പിലുള്ള ഒരു ആർബിട്രറി ബോഡിയാണ് നമ്മൾ എടുത്തത്. അത് വെർട്ടിക്കൽ ആയിരുന്നു, അതായത് എ മുകളിൽ ബി താഴെ ആയിട്ടായിരുന്നു ഇരുന്നത്. ഇവിടെ നമ്മൾ എയും ബിയും ഒരു ഹൊറിസോണ്ടൽ ലൈനായിട്ട് എടുക്കുന്നത്. ഈ ഫ്രീ സർഫസ് ഒരു ലൈനായിട്ട് വരച്ചാൽ അതേപോലെ പാരലൽ ലൈൻ ആയിരിക്കും എ ബി എന്ന് പറയുന്ന ലൈൻ. സോ ഹൊറിസോണ്ടൽ ആയിട്ടാണ് നമ്മുടെ പ്ലെയിൻ സർഫസ് ഈ ഒരു പെർട്ടിക്കുലർ ലിക്വിഡിൻ്റെ അകത്ത് മുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് സപ്പോസ് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്ലേറ്റ് എടുത്തിട്ട് കൈവച്ച് അമർത്താന്ന് വിചാരിക്കാം, ഒരു ടെംബ്ലർ. സോ ആ ഇരിക്കുന്ന പൊസിഷൻ മനസ്സിലായില്ലേ, നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ട് വെച്ചിട്ട് അമർത്തുമ്പോഴുള്ള പൊസിഷൻ. സോ ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ ലിക്വിഡ്. ഓക്കെ, സോ ഇത് കഴിഞ്ഞ ഡെറിവേഷൻ പോലെ അത്ര കോംപ്ലിക്കേറ്റഡോ ഒരുപാട് സ്റ്റെപ്പ് ഉള്ള ഡെറിവേഷൻ ഒന്നുമില്ല. ഏറ്റവും സിംപ്ലസ്റ്റ് ആൻഡ് ഈസിയസ്റ്റ് കേസാണ്. അതിന്റെ കാരണം എന്തായിരിക്കും എന്നാണ് നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത്. സോ നോക്കുക, ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസ് നമ്മൾ നേരത്തെ പോലെ ഓർബിട്രറി ബോഡി കൺസിഡർ ചെയ്യുന്നു. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ എ ബി എന്ന് പറയുന്ന ഒരു സർഫസ് ഉണ്ടല്ലോ ഇവിടെ, അല്ലെ, ഒരു ഹൊറിസോണ്ടൽ സർഫസ് ഉണ്ട്. ഈ എ ബി സർഫസിലുള്ള എല്ലാ പോയിന്റ്സും, ഈ സർഫസ് നിങ്ങൾ കൺസിഡർ ചെയ്യുക, ഈ ഒരു പെർട്ടിക്കുലർ സർഫസിലുള്ള എല്ലാ പോയിന്റ്സും ഈ ഫ്രീ സർഫസിൽ നിന്ന് ഈക്വൽ ഡെപ്തിലാണ്, അല്ലെ. നേരത്തെ കേസ് ആലോചിച്ച് നോക്കിയേ, എ ബി എന്ന് പറഞ്ഞ് വെർട്ടിക്കൽ ആയിട്ട് ഇരിക്കുന്നെങ്കിൽ എ ഇരിക്കുന്ന ഡെപ്തിലല്ല, എയിലുള്ള ഒരു പോയിന്റ്, എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇരിക്കുന്ന ഡെപ്തിലല്ല ബി എന്ന് പറയുന്ന പോയിന്റ് ഇരിക്കുന്നത്. അതുപോലെ ആ ബോഡിയിലുള്ള ഏതെങ്കിലും പോയിന്റ് എടുത്താൽ അത് ഓരോന്നും ഓരോ ഡെപ്തിലാണ് ഇരിക്കുന്നത്. ബട്ട് ഹിയർ ഇൻ ദിസ് കേസ് നമ്മൾ ഈ ഫ്രീ സർഫസിൽ നിന്ന് ഡെപ്ത് എടുത്തു കഴിഞ്ഞാൽ ഈ എ ബി എന്ന പ്ലെയിനിലോട്ടുള്ള എല്ലാ പോയിന്റ്സിലോട്ടും ഒരേ ഡെപ്ത് ആയിരിക്കും, അല്ലെ, ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കുന്നത്, പാരലൽ ആയിട്ടായിരിക്കുന്ന ഫ്രീ സർഫസിന്റെ. സോ എല്ലാ പോയിന്റ്സിലോട്ടുമുള്ള ഡെപ്ത് സെയിം ആയിരിക്കും. അങ്ങനെ എല്ലാ പോയിന്റ്സിലോട്ടും ഡെപ്ത് സെയിം ആണെങ്കിൽ ഉള്ള പ്രത്യേകത എന്താ? പ്രഷർ ഇന്റൻസിറ്റി വിൽ ബി ഈക്വൽ ഓൺ ദ എൻറ്റയർ സർഫസ്. കാരണം എന്തായിരിക്കും? നമുക്ക് പ്രഷർ ഇന്റൻസിറ്റിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, റോ ജി എച്ച്, അല്ലെ. റോ ഈസ് ദ ഡെൻസിറ്റി, ജി ഈസ് ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, എച്ച് ഈസ് ദ ഡെപ്ത് ഫ്രം ദ ഫ്രീ സർഫസ്. നമ്മൾ ഫസ്റ്റ് ഈ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രോളിക്സിന്റെ തുടക്കത്തിൽ തന്നെ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച്. സോ ആ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ പ്രഷർ ഇന്റൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 കാര്യങ്ങൾ നോക്കിക്കേ, റോ ജി എച്ച്. അതിൽ ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, യൂണിവേഴ്സൽ നമ്മുടെ
എർത്തിൽ അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് 9.81 മീറ്റർ പെർ സെക്കൻഡ്. പിന്നെ ഡിപ്പെൻഡ് ചെയ്യുക റോയും എച്ചും ആണ്. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി, എച്ച് എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് പ്ലെയിൻ സർഫസ് ഫ്രം ദ ഫ്രീ സർഫസ് ഓഫ് ദ ലിക്വിഡ് അല്ലെ. സോ റോ സെയിം ലിക്വിഡ് ആണെന്ന് വിചാരിക്കാം. നമ്മൾ ഒരു വാട്ടറിലാണ് ഇമേഴ്സ് ചെയ്തെങ്കിൽ റോ കോൺസ്റ്റന്റ് ആണ് അല്ലെ. സോ വാട്ട് ഈസ് ദ ഓൺലി ഫാക്ടർ ദാറ്റ് ഈസ് ചേഞ്ചിങ്? എച്ച്. സോ ഈ ഒരു ഫ്രീ സർഫസിൽ നിന്നുള്ള ഡെപ്ത് മാറുന്നതിനനുസരിച്ച് പ്രഷർ ഇന്റൻസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു ഫ്രീ സർഫസിൽ നിന്ന് ഡെപ്ത് മാറുന്നതിനനുസരിച്ച് പ്രഷർ ഇന്റൻസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഴയ കേസ് ഓർത്ത് നോക്കുക. വെർട്ടിക്കൽ സർഫസ് ആണെങ്കിൽ ഓർത്തിരിക്കുക. വെർട്ടിക്കൽ സർഫസ് ആണെങ്കിൽ റോ ജി എച്ച് എന്നുള്ളത് ഓരോ പോയിന്റ് എടുത്താൽ ആ സർഫസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലെ, കുത്തനെയാണ് ഇരിക്കുന്നത്. അപ്പൊ എ ആണ് മുകളിൽ, ബി ആണ് താഴെ നിന്ന് ഇരിക്കുക. സോ എയിലുള്ള ഡെപ്ത് അല്ല ബിയിലുള്ളത്. സോ എയിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ അല്ല ബിയിൽ ആക്ട് ചെയ്യുന്നത്. അതിന്റെ ആ രണ്ട് പ്രഷറും ആയിരിക്കില്ല ആ എ ബിന്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്താൽ. ഓരോ ഡെപ്തും വേരി ചെയ്തുകൊണ്ടിരിക്കുക. സോ പ്രഷർ ഇന്റൻസിറ്റി ഈസ് ഡിഫറെന്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു പെർട്ടിക്കുലർ സ്ട്രിപ്പ് എടുത്തു, അത് എച്ച് ഡെപ്തിലാന്ന് പറഞ്ഞു. എന്നിട്ട് അതിന്റെ പ്രഷർ കണ്ടുപിടിച്ച് അതിന്റെ ഫോഴ്സ് കണ്ടുപിടിച്ച് ആ ഫോഴ്സിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് അല്ലെ, പല ഡെപ്ത് ആയതുകൊണ്ട്. ഈ കേസിൽ ഡെപ്ത് സിംഗിൾ ആണ് എന്ന് വെച്ചാൽ എല്ലാ പോയിന്റ്സും ഒരേ ഡെപ്തിലാണ്. അതുകൊണ്ട് നമുക്ക് പെർട്ടിക്കുലർ ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് അതിന് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം റോ ജി എച്ച് പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച് എന്ന് പറയുന്ന പ്രഷർ ഇന്റൻസിറ്റി ഈ എൻറ്റയർ സർഫസിൽ കോൺസ്റ്റന്റ് ആണ്. മനസ്സിലായോ? നേരത്തെ ഓരോ പോയിന്റിലും ഓരോ പ്രഷർ ആയിരുന്നു. അപ്പോൾ ഓരോ ഫോഴ്സസും നമ്മൾ കണ്ടുപിടിക്കണം, ഓരോ പോയിന്റിലും ഫോഴ്സസ് കണ്ടുപിടിക്കണം, എന്നിട്ട് അതിനെ ആഡ് ചെയ്യണം അല്ലെ, കാരണം പ്രഷർ വ്യത്യാസമായിരുന്നു. ഇവിടുത്തെ കേസിൽ ഈ എൻറ്റയർ പ്ലെയിൻ സർഫസിൽ എല്ലാ പോയിന്റ്സിലും പ്രഷർ സെയിം ആണ്. കാരണം റോ ജി എച്ച് ആണ്, എച്ച് സെയിം ആണ്. കണ്ടോ, എച്ച് സെയിം ആണ്. ഏത് പോയിന്റ് എടുത്താലും എച്ച് സെയിം ആയിരിക്കും. സോ റോ ജി എച്ച് കോൺസ്റ്റന്റ് ആണ്. സോ പ്രഷർ ഇന്റൻസിറ്റി ഈസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട്. സോ വി ഡോണ്ട് ഹാവ് ടു ടേക്ക് എ പെർട്ടിക്കുലർ സ്ട്രിപ്പ് ആൻഡ് ഇന്റഗ്രേറ്റ് ദ തിങ്സ്. സോ ഏത് സ്ട്രിപ്പ് എടുത്താലും റോ ജി എച്ച് തന്നെ. അപ്പോൾ റോ ജി എച്ചിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ അതല്ലേ കിട്ടുള്ളൂ, ടോട്ടൽ ഫോഴ്സ്. സോ വാട്ട് വി ആർ ഡൂയിങ് ഹിയർ ഈസ്, what is if A is the total surface area of this plane figure, we just have to multiply intensity with area. Okay, ഈ ഒരു ടോട്ടൽ ഇന്റൻസിറ്റിനെ ജസ്റ്റ് ഈ ഏരിയ എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ പ്രഷർ കിട്ടും. അതാണ് ഇവിടുത്തെ ഈസിനെസ് എന്ന് പറയുന്നത്. കാരണം എന്താ, എല്ലാ പോയിന്റ്സും സെയിം ഡെപ്തിലായതുകൊണ്ട്. സോ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഓൺ ദ സർഫസ്, പ്രഷർ ഈസ് നത്തിങ് ബട്ട് ഫോഴ്സ് ബൈ ഏരിയ. സോ ഫോഴ്സ് ഈസ് പ്രഷർ ഇൻറ്റു ഏരിയ. വാട്ട് ഈസ് ദ പ്രഷർ ഹിയർ? റോ ജി എച്ച്, ഏരിയ ഈസ് എ. So you get F is equal to rho g h into A. So total pressure force on the surface is rho g h into A. So ഇനി നോക്കുക, ഈ ഒരു ബോഡിക്ക് ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടല്ലേ. ആ സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയായിരിക്കും? ഈ പ്ലെയിൻ ഫിഗറിൽ തന്നെ ആയിരിക്കുമല്ലോ. ഹൊറിസോണ്ടൽ ആയിരിക്കുന്ന പ്ലെയിൻ ഫിഗറിന്റെ എവിടെയെങ്കിലും തന്നെ ആയിരിക്കും. സോ എച്ച് വിൽ ബി ഈക്വൽ ടു എച്ച് ബാർ അല്ലേ. ഇതിങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടാണ് കിടക്കുന്നത്. ഡെപ്ത് വേരി ചെയ്യുമ്പോൾ ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ടിരിക്കുമ്പോൾ സംവെയർ ബോട്ടത്തിലാണ് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. സോ എച്ച് ആയിരിക്കില്ല എച്ച് ബാർ, എച്ച് ബാർ ആയിരിക്കില്ല എച്ച് സ്റ്റാർ. പക്ഷെ ഒരു ബോഡി ഹൊറിസോണ്ടൽ ആയിട്ടാണ് കിടക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ അതിന്റെ പ്ലെയിൻ സർഫസ് ഇങ്ങനെ നമ്മുടെ ഫ്രീ സർഫസിന് പാരലൽ ആയിട്ടാണ് കിടക്കുന്നത്. സോ ആ ഒരു കേസിൽ ആ പ്ലെയിൻ സർഫസിലെ എല്ലാ പോയിന്റ്സും ഈക്വൽ ഡെപ്തിലാണ്. അതുകൊണ്ട് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉള്ള പോയിന്റും ഈക്വൽ ഡെപ്തിലായിരിക്കും, സെന്റർ ഓഫ് പ്രഷർ ഉള്ള പോയിന്റും ഈക്വൽ ഡെപ്തിലായിരിക്കും. സോ ഇങ്ങനെ ഒരു കേസിൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസ് ഇമേഴ്സ്ഡ് ഇൻ എ ലിക്വിഡ് എന്ന കേസിൽ എച്ച് ബാർ ഈസ് ഈക്വൽ ടു എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു എച്ച്. സോ ഫ്രീ സർഫസിൽ നിന്ന് എത്ര ഡെപ്തിലാണോ ആ പ്ലെയിൻ സർഫസ് കിടക്കുന്നത്, അതേ ഡെപ്തിൽ തന്നെ ആയിരിക്കും അതിന്റെ സി ജി ഉണ്ടാവുക, അതേ ഡെപ്തിൽ തന്നെ ആയിരിക്കും അതിന്റെ സെന്റർ ഓഫ് പ്രഷർ ഉണ്ടാവുക. കാരണം എന്താ, പ്ലെയിൻ സർഫസിലെ എല്ലാ പോയിന്റ്സും ഒരേ ഡെപ്തിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ജി ആയിക്കോട്ടെ പി ആയിക്കോട്ടെ, നമ്മൾ നേരത്തെ കണ്ട സെന്റർ ഓഫ് പ്രഷർ ആയിക്കോട്ടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആയിരിക്കട്ടെ, എല്ലാം ഒരേ ഡെപ്തിൽ തന്നെ ആയിരിക്കും കിടക്കുക. സോ യു ക്യാൻ റീറൈറ്റ് ദിസ് ഇക്വേഷൻ ആസ് റോ ജി എച്ച് ബാർ. സോ റോ ജി എച്ച് ഇൻറ്റു എ എന്നാണ് ഇക്വേഷൻ വരിക. പക്ഷെ എച്ച് ഈസ് ഈക്വൽ ടു എച്ച് ബാർ ആണ്, സെയിം ഡെപ്തിലാണ്. സോ റോ ജി എച്ച് ബാർ എ. സോ ഇഫ് യു റീകളക്ട് ദ ഇക്വേഷൻ ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്, ഇതേ ഇക്വേഷൻ തന്നെയായിരുന്നു. എഫ് ഈസ് ഈക്വൽ ടു റോ ജി എ എച്ച് ബാർ. സോ വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ് ആയാലും ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസ് ആയാലും നമ്മൾ ഈ ലിക്വിഡിൽ ഇമേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ടോട്ടൽ പ്രഷർ ഫോഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ പ്രഷർ എന്ന് നമ്മൾ പറയുന്ന വാല്യൂ വിൽ ബി ഈക്വൽ ടു റോ ജി എ എച്ച് ബാർ. റോ is the density, g is the specific gravity, sorry, g is acceleration due to gravity, a is the area of plane surface, h bar is the depth of cg from the free surface. So horizontal plane surface ആണെങ്കിൽ അതിന്റെ പ്രത്യേകത ഈ h bar will be equal to h, അതായത് വാട്ടറിന്റെ സർഫസിൽ നിന്ന്
അല്ലെങ്കിൽ ലിക്വിഡിന്റെ സർഫസിൽ നിന്ന് എത്ര ഡെപ്തിലാണോ ആ പ്ലെയിൻ സർഫസ് കിടക്കുന്നത് അതേ ഡെപ്ത് തന്നെയായിരിക്കും ഇവിടെ എച്ച് ബാർ. സോ എച്ച് ബാർ ഈസ് ഈക്വൽ ടു എച്ച്. അടുത്തുണ്ട് സെന്റർ ഓഫ് പ്രഷർ. ഞാൻ നേരത്തെ പറഞ്ഞു സെന്റർ ഓഫ് പ്രഷറും സെയിം പ്ലെയിനിലാണ് കിടക്കുന്നത്. സോ എച്ച് ആർ ഈസ് ഈക്വൽ ടു എച്ച് ബാർ ഈസ് ഈക്വൽ ടു എച്ച് അല്ലെ. സെന്റർ ഓഫ് പ്രഷർ ആയിക്കോട്ടെ സി ജി ആയിക്കോട്ടെ എല്ലാം ഒരേ ലെവലിലാണ് കിടക്കുന്നത്. സോ സെന്റർ ഓഫ് പ്രഷർ വിൽ ബി എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു എച്ച് ബാർ വിച്ച് ഈസ് ഈക്വൽ ടു എച്ച്. സോ ഏത് ഡെപ്തിലാണോ ഫ്രീ സർഫസിൽ നിന്ന് കിടക്കുന്നത് അതേ ഡെപ്തിൽ തന്നെ ആയിരിക്കും അതിന്റെ സെന്റർ ഓഫ് പ്രഷറും സി ജിയും എല്ലാം. സോ ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് കേസ് ഓഫ് സർഫസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ ലിക്വിഡ്. സോ നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ സെന്റർ ഓഫ് പ്രഷർ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു എല്ലാ ഫോഴ്സും ആക്ട് ചെയ്യാൻ നോർമൽ ടു സർഫസ് ആയിരിക്കും. സോ ഇവിടെ നോർമൽ ടു സർഫസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. സോ ആ പ്ലെയിൻ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഫോഴ്സ് ആക്ട് ചെയ്യുക. എവിടെ ആക്ട് ചെയ്യുക? സെന്റർ ഓഫ് പ്രഷർ. ഓക്കെ. സോ ദിസ് ഈസ് എ കേസ് ഓഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ ലിക്വിഡ്. ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി, എച്ച് ബാറും എച്ച് സ്റ്റാറും എച്ചും സെയിം ഡെപ്തിലായതുകൊണ്ട് ഈക്വൽ ആയിരിക്കും. കാരണം ഫ്രീ സർഫസ് നമ്മുടെ ലിക്വിഡിന്റെ ഫ്രീ സർഫസിന് പാരലൽ ആയിട്ടാണ് ഈ പ്ലെയിൻ സർഫസ് എടുക്കുക. സോ സെയിം പ്ലെയിനിലാണ് എല്ലാ പോയിന്റ്സും വരുന്നത്. സോ വി ഗെറ്റ് ദീസ് ഇക്വേഷൻസ്. ഓക്കെ, നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വിത്ത് ദിസ് വി ആർ മൂവിങ് ടു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കേസ് എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള പ്രൊസീജിയർ ഉള്ള ഈ ഡിസ്കസ് ചെയ്ത രണ്ട് കേസിനെയും നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് എന്ന് വെച്ചാൽ ഒരു വാട്ടർ ബോഡിയിൽ ഏത് പ്ലെയിനിലും നമുക്ക് ഏത് ഡയറക്ഷനിലും ഏത് ആംഗിളിലും ഏത് പൊസിഷനിലും നമ്മൾ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസ് ഇമ്മേഴ്സ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു ജനറൽ ഇക്വേഷൻ ആണ് നമ്മൾ അടുത്ത് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. സോ അത് ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കേസാണ് ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ ലിക്വിഡ്. സോ ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? നമ്മൾ നേരത്തെ കണ്ട രണ്ട് കേസ്, ഒന്ന് വെർട്ടിക്കൽ ആയിരുന്നു, ഒന്ന് ഹൊറിസോണ്ടൽ ആയിരുന്നു. ഇത് വെർട്ടിക്കലും ഹൊറിസോണ്ടലും അല്ല, ഈ ഫ്രീ സർഫസിന് ഒരു ആംഗിൾ മേക്ക് ചെയ്തിട്ടായിരിക്കും സർഫസ് കിടക്കുക. ഓക്കെ, ഈ ഫ്രീ സർഫസുമായിട്ട് ഒരു പെർട്ടിക്കുലർ ആംഗിളിലായിരിക്കും നമ്മുടെ പ്ലെയിൻ സർഫസ് കിടക്കുക. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഫ്രീ സർഫസിനോട് 90 ഡിഗ്രി അല്ലെ. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഫ്രീ സർഫസുമായിട്ട് 0 ഡിഗ്രി, അതിന് പാരലൽ ആയിരിക്കും. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും. എന്നാൽ ഈ 90യും 0 അല്ലാതെ വേറെ ഏത് ആംഗിൾ വന്നാലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകും. സോ ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ liquid. Let us see. Consider a plane inclined surface of any arbitrary shape immersed in a liquid. So നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ അതേ ഷേപ്പ് എടുക്കുന്നു. സോ ഇവിടെ എ ബി നിങ്ങൾ ശ്രദ്ധിച്ചോ, എ ബി ഇരിക്കുന്നത് ഒരു ഇൻക്ലൈൻഡ് ലൈൻ ആയിട്ടാണ് അല്ലെ. നേരത്തെ ആദ്യത്തെ കേസിൽ വെർട്ടിക്കൽ ആയിരുന്നു, രണ്ടാമത്തെ കേസിൽ ഒരു ഹൊറിസോണ്ടൽ സ്ട്രേറ്റ് ലൈൻ ആയിരുന്നു. ഇവിടെ ഇൻക്ലൈൻഡ് ആണ്. സോ ദാറ്റ് ഈസ് വൈ വി ആർ ടെല്ലിംഗ് ഇറ്റ് ആസ് ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ ലിക്വിഡ്. സോ ലെറ്റ് us see. ഈ ഒരു സാധനത്തിന്റെ സൈഡ് വ്യൂ ഞാൻ വരച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ഇരിക്കും അല്ലെ. ഇത് നമ്മൾ ഫ്രണ്ട് വ്യൂ ആണെന്ന് വിചാരിക്കാം. സോ അതിന്റെ ഈ ഒരു ഡയറക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സിംഗിൾ ലൈൻ ആയിട്ട് കാണും അതിന്റെ രണ്ട് പോയിന്റ്സ് എ ബി. സോ ആ എ ബി പോയിന്റ്സിനെ ഞാൻ പ്രൊജക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് എ, ഇവിടുന്ന് ബി. സോ പ്രൊജക്ട് ചെയ്ത് വെച്ചു. സോ ഇതിന്റെ ഒരു സൈഡ് വ്യൂ ആണ് ഇത്. അതിനെ നിങ്ങൾ മനസ്സിലാക്കുക. സോ നമ്മൾ നേരത്തെ കണ്ടതുപോലെ പഴയ പോയിന്റ്സ് ഒക്കെ ഒന്നുകൂടെ ഡിഫൈൻ ചെയ്യാം. സോ ജി എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറയുന്ന പെർട്ടിക്കുലർ പ്ലെയിൻ സർഫസിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉള്ള പോയിന്റ് ആണ്. സോ ജി ഇങ്ങോട്ട് ഞാൻ പ്രൊജക്ട് ചെയ്യുന്നു. അടുത്തത് പി. പി എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് പ്രഷർ. സെന്റർ ഓഫ് പ്രഷർ എന്താണ്? പോയിന്റ് വേർ ദ ടോട്ടൽ പ്രഷർ ഈസ് ആക്ടിങ് അല്ലേ. ഈ ബോഡിയിൽ ലിക്വിഡിൽ ഇമ്പോസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ടോട്ടൽ പ്രഷർ ആക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് സെന്റർ ഓഫ് പ്രഷർ. സോ സെന്റർ ഓഫ് പ്രഷർ പി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആ രണ്ട് സെന്റർ ഓഫ് പ്രഷർ ഞാൻ ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്തു. സെയിം നിങ്ങൾ ഗ്രാഫിക്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാണ് പ്രൊജക്ഷൻ ഓഫ് ലൈൻസും പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലത്തെ ഒരു പരിപാടിയാണ്. സോ ഈ പി എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ സൈഡ് വ്യൂവിലോട്ട്, അതായത് സൈഡ് വ്യൂവിലോട്ട് ഈ പി എന്ന് പറയുന്ന പോയിന്റ് പ്രൊജക്ട് ചെയ്യുന്നു. അതിന് എന്ത് ചെയ്താൽ മതി? ഈ ഒരു സർഫസിന്റെ ലൈൻസിന് പാരലൽ ആയിട്ടൊരു ലൈൻ വരച്ചാൽ മതി അല്ലെ. സോ ഇതൊരു 90 ഡിഗ്രി ആയിരിക്കും. സോ ദിസ് ഈസ് യുവർ സെന്റർ ഓഫ് പ്രഷർ. സോ സെന്റർ ഓഫ് പ്രഷർ ഈ സൈഡ് വ്യൂവിൽ നമ്മൾ പ്രൊജക്ട് ചെയ്തു. നമ്മൾ പറഞ്ഞിരുന്നു ടോട്ടൽ പ്രഷർ അല്ലെ. ടോട്ടൽ പ്രഷർ ആണ് എഫ്, ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആണ് എഫ്. ദാറ്റ് വിൽ ബി ഓൾവേസ് നോർമൽ ടു ദ സർഫസ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർഫസിന് നോർമൽ ആയിട്ടായിരിക്കും അല്ലെ. ഇവിടെ നിന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സർഫസിന് നോർമൽ ആയിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ നോക്കുന്ന ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് ആക്ട് ചെയ്യുക. അപ്പോൾ സൈഡ് വ്യൂവിൽ വരുമ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇറ്റ് വിൽ ബി 90 ഡിഗ്രി വിത്ത് ദ സർഫസ്. സോ ഈ ഒരു ആംഗിൾ മെഷർ ചെയ്താൽ അത് 90 ഡിഗ്രി ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി ഓൾവേസ് നോർമൽ. അത് മനസ്സിൽ വെക്കുക. സോ ദിസ് ഈസ് യുവർ ഫോഴ്സ് എഫ്. എഫ് ആണ് ഇത് സെന്റർ ഓഫ് പ്രഷറിൽ ആക്ട് ചെയ്യുന്നത്.
ഇനി അതുപോലെ നമ്മൾ സെൻറ്റർ ഓഫ് പ്രഷർ ആക്ട് ചെയ്യുന്ന പോയിന്റ് ഇതാണ് നമ്മുടെ സർഫസ്. ആ സർഫസ് ഇൻക്ലൈൻഡ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ആ ഇൻക്ലിനേഷൻ ആംഗിൾ ആണ് തീറ്റ. സോ ഫ്രീ സർഫസുമായിട്ട് നമ്മൾ ഡിപ്പ് ചെയ്ത സർഫസ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. സോ ദാറ്റ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഈസ് തീറ്റ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റി പ്രൊജക്ട് ചെയ്യുന്നു. ആ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രീ സർഫസിൽ നിന്നുള്ള ഡെപ്ത്. ഓക്കെ, ഓർത്ത് വെക്കുക, ഇത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്. നമ്മുടെ സി ജിയിലോട്ട് ഫ്രീ സർഫസിൽ നിന്നുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് എച്ച് ബാർ. ഓക്കെ, ഇൻക്ലിനേഷൻ ഒന്നുമില്ല, നേരിട്ട് ഫ്രീ സർഫസിൽ നിന്നുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, അതാണ് എച്ച് ബാർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഫ്രീ സർഫസിൽ നിന്ന് നമ്മുടെ സെന്റർ ഓഫ് പ്രഷറിലോട്ടുള്ള ഡിസ്റ്റൻസ് അതും വെർട്ടിക്കൽ ആണ്, എച്ച് സ്റ്റാർ. മനസ്സിലായല്ലോ? സോ നമുക്കൊരു ബോഡി ഉണ്ട് എ ബി, അത് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ഫ്രീ സർഫസ്. സോ ഫ്രീ സർഫസുമായിട്ട് തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്ന ഒരു ബോഡി ഉണ്ട്. അതിന്റെ നമ്മൾ സൈഡ് വ്യൂ വരയ്ക്കുന്നു. ജി ഉണ്ട്, പി ഉണ്ട്. ജി സെന്റർ ഓഫ് ഗ്രാവിറ്റി, പി സെന്റർ ഓഫ് പ്രഷർ. അത് രണ്ടും നമ്മൾ ഈ സൈഡ് വ്യൂയിലോട്ട് പ്രൊജക്ട് ചെയ്തു. സോ സെന്റർ ഓഫ് പ്രഷറിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മുടെ ഫോഴ്സ് ആക്ട് ചെയ്യാൻ നമുക്കറിയാം. സോ ദാറ്റ് ഈസ് ദ ഫോഴ്സ്. നൗ എച്ച് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ സർഫസിൽ നിന്ന് നമ്മുടെ പെർട്ടിക്കുലർ സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ പ്രൊജക്ഷനിലോട്ടുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. അതുപോലെ എച്ച് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഫ്രീ സർഫസിൽ നിന്ന് സെന്റർ ഓഫ് പ്രഷറിലോട്ടുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. സോ ഇത് വെച്ച് നമ്മൾ വേണ്ട കാര്യങ്ങളൊക്കെ എഴുതി. സോ എ ഏരിയ ഓഫ് സർഫസ് ആണ്, തീറ്റ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ആണ്, ജി എന്ന് വെച്ചാൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി പോയിന്റ് ആണ്, എച്ച് എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് സി ജി ആണ്, പി എന്ന് പറഞ്ഞാൽ എച്ച് അല്ല, എച്ച് ബാർ, പി എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് പ്രഷറിന്റെ പോയിന്റ് ആണ്, എച്ച് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഫ്രീ സർഫസിൽ നിന്ന് സെന്റർ ഓഫ് പ്രഷറിലോട്ടുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്, റോ നമ്മൾ ഉപയോഗിക്കുന്ന ലിക്വിഡിന്റെ ഡെൻസിറ്റി ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം, നമ്മൾ സാധാരണഗതിയിൽ ഒരു പ്ലെയിൻ ഫിഗർ പഠിച്ച് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി സെന്ററോടൊക്കെ പഠിക്കുമ്പോൾ ബി ഡി ക്യൂ ബൈ 12 എന്ന് പറഞ്ഞ മൊമെന്റ് ഓഫ് ഇനേഷ്യ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇതിന്റെ ഒരു വെർട്ടിക്കൽ പൊസിഷനിൽ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത് അല്ലെ? വെർട്ടിക്കൽ ആയിട്ട് ഇരിക്കുമ്പോൾ ഉള്ള അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ്, സെന്റർ ഓഫ് ഗ്രാവിറ്റി അല്ല, മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് ബി ഡി ക്യൂ ബൈ 12 അല്ലെങ്കിൽ പൈ ഡി റേസ് ടു 4/64. പക്ഷെ ഇവിടെ എല്ലാം ഇൻക്ലൈൻഡ് കേസസ് ആണ് അല്ലെ? സോ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള കേസിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഒന്നും നമുക്ക് അറിയത്തില്ല. കാരണം ഈ ഒരു ഫിഗർ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയുന്നത് ഇങ്ങനെയാ പോവാ, ഇൻക്ലൈൻഡ് ആയിട്ടാ പോവാ. ആ സെൻട്രോയിഡൽ ആക്സിസിന് വിത്ത് റെസ്പെക്ട് ആയിട്ടുള്ള വാല്യൂ ആണ് ഈ ബി ഡി ക്യൂ ബൈ 12 എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ സെൻട്രോയിഡ് തന്നെ എടുത്തു എന്ന് വിചാരിക്കാം. സെൻട്രോയിഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ഇങ്ങനെയാ വെർട്ടിക്കൽ എടുത്ത് ഡി ബൈ 2, റെക്ടാങ്കിൾ ആണെങ്കിൽ ഡി ബൈ 2 എന്ന് എടുക്കും, സർക്കിൾ ആണെങ്കിൽ ഡി ബൈ 2 എന്ന് എടുക്കും, ട്രയാങ്കിൾ ആണെങ്കിൽ എച്ച് ബൈ 3 എന്നൊക്കെ എടുക്കാറുണ്ട്. അത് എപ്പോഴും എടുക്കുന്ന ഒരു വെർട്ടിക്കൽ പൊസിഷനിലാണ്. പക്ഷെ ഇവിടുത്തെ കേസിൽ ഇൻക്ലൈൻഡ് ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു എച്ച് ബാറും എച്ച് സ്റ്റാറും ഈ ഒരു ഡയമെൻഷൻസും വെച്ച് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയോ സെന്റർ ഓഫ് ഗ്രാവിറ്റിയോ ഒന്നും കിട്ടത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ഇൻക്ലിനേഷൻ പൊസിഷനിലുള്ള കുറച്ച് ഡിസ്റ്റൻസസ് നമുക്ക് ആവശ്യമുണ്ട്. അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അതിനെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ലെറ്റ് O be the point of projection of the plane surface on the free surface of the liquid. സോ നമ്മൾ ഈ എ ബിനെ പ്രൊജക്ട് ചെയ്തിട്ട് ഇവിടെ മുട്ടിച്ചിട്ടില്ലേ, ആ പോയിന്റിനെ ഞാൻ 0 എന്ന് വിളിച്ചു. അപ്പൊ ആ 0യ്ക്ക് ഈ സർഫസിന് പാരലായിട്ട് ഞാൻ ഒരു ലൈൻ വരയ്ക്കുക എന്ന് വെച്ചാൽ, ഇതിന് ഈ ഒരു ലൈൻ നമ്മൾ വരച്ചിട്ടില്ലേ എ ബി ബി എന്നൊക്കെ, ആ ലൈനിന് പാരലായിട്ട് നമ്മൾ വേറൊരു ആക്സിസ് വരച്ചു, ഓ മനസ്സിലായല്ലോ? ഈ എ ബി എന്ന് പറഞ്ഞ സാധനത്തിന് നമ്മൾ പ്രൊജക്ട് ചെയ്തു, അതിന് എക്ക് പാരലായിട്ട് നമ്മളൊരു ഓ ആക്സിസ് വരച്ചു. ഓക്കെ, ഇനി ഈ ഓ ആക്സിസിൽ നിന്ന് നമ്മുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലോട്ടും സെന്റർ ഓഫ് പ്രഷറിലോട്ടുള്ള ഡിസ്റ്റൻസസ് നമ്മൾ എടുക്കുന്നു. ഓക്കെ, സോ സെന്റർ ഓഫ് പ്രഷർ പോയിന്റിലോട്ടുള്ള ഓ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അതാണ് വൈ സ്റ്റാർ. ഓക്കെ, ഓ ആക്സിസിൽ നിന്ന് സെന്റർ ഓഫ് പ്രഷറിലോട്ടുള്ള ഡിസ്റ്റൻസ് വൈ സ്റ്റാർ. നെക്സ്റ്റ് ഓ ആക്സിസിൽ നിന്ന് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉള്ള ഡിസ്റ്റൻസ് വൈ ബാർ. ഓക്കെ, വൈ ബാറും വൈ സ്റ്റാറും. സോ ഇത് രണ്ടും വെർട്ടിക്കൽ ഡിസ്റ്റൻസസ് ആയിരുന്നു, എച്ച് സ്റ്റാറും എച്ച് ബാറും. വൈ ബാർ വൈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇൻക്ലിനേഷൻ കൺസിഡർ ചെയ്തുകൊണ്ട് ആ ഇൻക്ലൈൻഡ് ഡിസ്റ്റൻസസ് ആണ് നമ്മൾ പറയുന്നത്. സോ ഈ ഇൻക്ലൈൻഡ് ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയും സി ജി ഡിസ്റ്റൻസസ് ഒക്കെയാണ് നമുക്ക് സാധാരണ കേസിൽ അറിയാം അല്ല. വെർട്ടിക്കൽ ആയിട്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ബി ഡി ക്യൂ ബൈ 12 എന്ന് പറഞ്ഞു. ആ സാധനത്തിനെ ഇൻക്ലൈൻ ചെയ്ത് വെക്കുമ്പോൾ ഇൻക്ലൈൻഡ് ലെങ്ത് ആണ് നമുക്ക് ആവശ്യം. അതുകൊണ്ടാണ് നമ്മളൊരു വൈ സ്റ്റാറും വൈ ബാർക്ക് ഇവിടെ എടുക്കുന്നത്. വാട്ട് ഈസ് വൈ സ്റ്റാർ? വൈ സ്റ്റാർ ഇസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ സി ജി
y star is the distance of the CG from the surface o axis എന്നുള്ള ഡിസ്റ്റൻസ് ആണ് y star, o axis എന്നുള്ള ഡിസ്റ്റൻസ് ആണ് y star and y bar. y star എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് പ്രഷറിലോട്ടുള്ളത്, y star എന്ന് പറഞ്ഞാൽ CG-ലോട്ടുള്ളത്. ഓക്കെ, ഈ ഡിസ്റ്റൻസസ് ഒക്കെ കിട്ടി. ഇനി നമുക്ക് സെന്റർ ഓഫ് പ്രഷറും അതുപോലെ ടോട്ടൽ പ്രഷറും കണ്ടുപിടിക്കും. സോ ഈ വാല്യൂസ് ഒക്കെ ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. എച്ച് സ്റ്റാർ എച്ച് ബാർ എന്ന് പറയുന്നത് ഫ്രീ സർഫസിൽ നിന്നുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസസ് ആണ്. പക്ഷെ നമുക്ക് പ്ലെയിൻ സർഫസ് എടുക്കുമ്പോൾ അതിന്റെ എല്ലാ ക്വാണ്ടിറ്റീസും, ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആയാലും അതുപോലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഒക്കെ ആയാലും നമ്മൾ എടുക്കുന്നത് അതിന്റെ സർഫസ് എങ്ങനെ ഇരിക്കുന്നോ അതിനെ ബേസ് ചെയ്താൽ. അപ്പൊ ഇവിടെ ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് ഇൻക്ലൈൻഡ് ലെങ്ത് നമുക്ക് ആവശ്യമുണ്ട്. സോ അതിനുവേണ്ടി നമ്മൾ വൈ സ്റ്റാറും വൈ ബാറും എടുക്കുന്നു. അതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ ആദ്യം ഇക്വേഷൻ എടുക്കുക. എന്നിട്ട് ആ ഇക്വേഷനെ എച്ച് ബാറിലും എച്ച് സ്റ്റാറിലോട്ടും നമ്മൾ കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണ് ഈ ഡെറിവേഷൻ ചെയ്യുക. സോ ലെറ്റ് us സ്റ്റാർട്ട് ദ ഡെറിവേഷൻ. ടോട്ടൽ പ്രഷർ നമ്മൾ ഫസ്റ്റ് വെർട്ടിക്കൽ കേസിൽ എന്തായിരുന്നു ചെയ്തത്? നമ്മൾ പറഞ്ഞിരുന്നു ഓരോ ഡെപ്തിലും ഇവിടുന്ന് എച്ച് എന്ന് പറഞ്ഞൊരു ഡെപ്ത് എടുത്തു എന്ന് വിചാരിക്കുക എയിലോട്ട്. ഓരോ ഡെപ്ത് എടുത്താലും ഓരോ പോയിന്റും ഓരോ ഡെപ്തിലാണ് അല്ലെ. ഓരോ പോയിന്റും ഓരോ ഡെപ്തിലാവുമ്പോൾ ഓരോ പോയിന്റിലും ഉള്ള പ്രഷർ ഇന്റൻസിറ്റി വ്യത്യാസമുണ്ട്. റോ ജി എച്ച് ആണ്. സോ ഡെപ്ത് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് പ്രഷർ മാറും. അപ്പൊ നമ്മൾ ഹൊറിസോണ്ടൽ കേസിൽ എടുത്ത പോലെ ഒരു റോ ജി എച്ച് ഇൻറ്റു എ എന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യണം? ഒരു പെർട്ടിക്കുലർ സ്ട്രിപ്പ് എടുക്കണം, ആ സ്ട്രിപ്പിലെ ഫോഴ്സ് കണ്ടുപിടിക്കണം, എന്നിട്ട് ആ ഫോഴ്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലെ. അങ്ങനെയാണ് നമ്മൾ ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കുക. സെയിം മെത്തേഡ് ആണ് ഇവിടെ നമ്മൾ അപ്രോച്ച് ചെയ്യുക. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് അസ്യൂമിങ് എ പെർട്ടിക്കുലർ സ്ട്രിപ്പ് അല്ലെ. നമ്മൾ ഒരു സ്മോൾ സ്ട്രിപ്പ് എടുക്കുന്നു, അതിന്റെ ഏരിയ ഡി എ ആണ്. ഈ ഒരു സ്ട്രിപ്പിന്റെ ഏരിയ ഡി എ ആണ്. അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വൈ ഡിസ്റ്റൻസ്, നമ്മൾ ഒ ആക്സിസ് ഉണ്ടല്ലോ, നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ട് വരച്ച ആക്സിസ്, ആ ആക്സിസിൽ നിന്ന് വൈ ഡിസ്റ്റൻസിലാണ്. അത് ഫ്രീ സർഫസിൽ നിന്നാണ് എടുക്കുന്നെങ്കിൽ എച്ച് ഡിസ്റ്റൻസിലാണ്. മനസ്സിലായോ? നമ്മളൊരു സ്ട്രിപ്പ് എടുക്കുന്നു, ആ സ്ട്രിപ്പിന്റെ ഏരിയ ഡി എ ആണ്. സോ സപ്പോസ് ബി ആണ് അതിന്റെ വിഡ്ത് എന്ന് വിചാരിക്കുക, ഡി വൈ ആണ് ഡെപ്ത് എന്ന് വിചാരിക്കുക. സോ ബി ഇൻറ്റു ഡി വൈ, അതാണ് ഏരിയ ഡി എ. ഇനി ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫ്രീ സർഫസിൽ നിന്ന് എച്ച് ഡെപ്ത് ആണ്. സോ ഫ്രീ സർഫസിൽ നിന്ന് എച്ച് ഡെപ്ത് നമ്മൾ എടുക്കുന്നത് ഇതിനെ പ്രൊജക്ട് ചെയ്യുന്നു നമ്മുടെ സൈഡ് വ്യൂയിലോട്ട്. എന്നിട്ട് ആ സൈഡ് വ്യൂവിൽ ആ പോയിന്റിലോട്ടുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, അതാണ് എച്ച് എന്ന് പറയുന്നത്. സോ എച്ച് ഈസ് ദ ഡെപ്ത് ഫ്രം ദ ഫ്രീ സർഫസ്, വൈ ഈസ് ദ ഡെപ്ത് ഫ്രം ദ, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം ദ 0 ആക്സിസ്, സോറി ഒ ആക്സിസ്. നമ്മൾ വരച്ച ഒ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് വൈ എന്ന് പറയുന്നത്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് എച്ച്. സോ നമ്മൾ സ്ട്രിപ്പ് കൺസിഡർ ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ആ സ്ട്രിപ്പിൽ പ്രഷർ ഇന്റൻസിറ്റി കണ്ടുപിടിക്കണം, എന്നിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലേ. സോ ലെറ്റ് us സ്റ്റാർട്ട്. പ്രഷർ ഇന്റൻസിറ്റി ഓൺ സ്ട്രിപ്പ്. സ്ട്രിപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഡെപ്ത് എത്രയാണ്? എച്ച് ആണ് അല്ലേ. സോ റോ ജി എച്ച് ആണ് പ്രഷർ ഇന്റൻസിറ്റി. സോ ലെറ്റ് us സ്റ്റാർട്ട് വിത്ത് ദ പ്രഷർ ഇന്റൻസിറ്റി. പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച്. ഇവിടെ എച്ച് വെർട്ടിക്കൽ ഡെപ്ത് ആണ് അല്ലെ. എച്ച് ഡെപ്തിലാണ് പെർട്ടിക്കുലർ സ്ട്രിപ്പ് ഉള്ളത്. ആ സ്ട്രിപ്പിലോട്ടുള്ള ഡെപ്ത് എച്ച് ആയതുകൊണ്ട് ആ സ്ട്രിപ്പിൽ ആക്ട് ചെയ്യാൻ പോകുന്ന പ്രഷർ എത്രയാണ്? റോ ജി എച്ച് ആണ്. ഏരിയ ഡി എ ആണ്. സോ വാട്ട് വിൽ ബി ദ ടോട്ടൽ പ്രഷർ ഫോഴ്സ്? പി ഇൻറ്റു ഡി എ, റോ ജി എച്ച് ഇൻറ്റു ഡി എ അല്ലെ. പ്രഷർ ഇൻറ്റു ഏരിയ. സോ ദ ഏരിയ ഓഫ് സ്ട്രിപ്പ് ഈസ് ഡി എ. സോ പി ഇൻറ്റു ഡി എ വിച്ച് ഈസ് ഈക്വൽ ടു റോ ജി എച്ച് ഇൻറ്റു ഡി എ. ഓക്കെ, നൗ ഇത് ഒരു പെർട്ടിക്കുലർ സ്ട്രിപ്പിന്റെ ഫോഴ്സ് ആണ് അല്ലെ. നമുക്ക് എന്താ വേണ്ടേ? ഈ ടോട്ടൽ സർഫസിന്റെ ഫോഴ്സ് ആണ്. ഇത് നമ്മൾ ഫസ്റ്റ് ഡെറിവേഷനിൽ ചെയ്ത വെർട്ടിക്കൽ സർഫസിൽ ചെയ്തതിന്റെ സെയിം സ്റ്റെപ്സ് ആണ്. നമ്മൾ ഒരു സ്ട്രിപ്പ് എടുത്തു, ആ സ്ട്രിപ്പിന്റെ ഫോഴ്സ് കണ്ടുപിടിച്ചു, അതാണ് ഡി എഫ്. നമുക്ക് വേണ്ടത് ആ സ്ട്രിപ്പിന്റെ ഫോഴ്സ് അല്ല, ടോട്ടൽ സർഫസിന്റെ മുകളിൽ വരുന്ന ഫോഴ്സ് ആണ്. അതൊരു സാധാരണഗതിയിൽ എന്താ ചെയ്യേണ്ടത്? സ്ട്രിപ്പിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലെ. സോ ടോട്ടൽ ഫോഴ്സ് എഫ് ഈസ് നത്തിങ് ബട്ട് ഇന്റഗ്രൽ ഡി എഫ്. സോ റോ ജി എച്ച് ഇൻറ്റു ഡി എ. നൗ സി, ഇവിടെ എച്ചിന്റെ ടേംസിലാണ് ഉള്ളത്. പക്ഷെ നമുക്ക് എച്ചിന്റെ ടേംസിലല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആയാലും അതുപോലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആയാലും വരാൻ സാധ്യത വൈന്റെ ടേംസിലാണ് അല്ലെ. വൈ എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ഡെപ്തിന്റെ ടേംസിലാണ് വരുന്നത്. സോ ഈ എച്ചിനെ നമ്മൾ വൈയിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഫ്രം ദ ഫിഗർ സൈൻ തീറ്റ. സോ ഇതാണ് തീറ്റ. ഇവിടെ ഒരുപാട് ട്രയാങ്കിൾസ് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. സോ ഒരു 3 ട്രയാങ്കിൾ നിങ്ങൾ കാണുന്നുണ്ട്. സോ ആ ട്രയാങ്കിളിന്റെ ഒക്കെ തീറ്റ ഓപ്പോസിറ്റ് ബൈ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ. ഓപ്പോസിറ്റ് ഇത്, ഹൈപ്പോട്ടന്യൂസ് ഇത്, ഓപ്പോസിറ്റ് ഇത്, ഹൈപ്പോട്ടന്യൂസ് ഇത്, ഓപ്പോസിറ്റ് ഇത്, ഹൈപ്പോട്ടന്യൂസ് ഇത്. സോ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എച്ച് ബൈ വൈ. സോ ഒന്നാമത്തെ പോയിന്റ് എടുത്താൽ എച്ച് ബൈ വൈ.
രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എച്ച് ബാർ ബൈ വൈ ബാർ. മൂന്നാമത്തെ പോയിന്റ് എച്ച് സ്റ്റാർ ബൈ വൈ സ്റ്റാർ. പ്യൂർ ട്രിഗ്നോമെട്രി ആണ്. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് 3 ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ ട്രയാങ്കിൾ ഇതാണ്, അതിന്റെ എച്ച് ബൈ വൈ. രണ്ടാമത്തെ ട്രയാങ്കിൾ ഇതാണ്, എച്ച് സ്റ്റാർ ബൈ വൈ സ്റ്റാർ. മൂന്നാമത്തെ ട്രയാങ്കിൾ ഇതാണ്, എച്ച് സ്റ്റാർ ബൈ രണ്ടാമത്തെ എച്ച് ബാർ ബൈ വൈ ബാർ, മൂന്നാമത്തെ എച്ച് സ്റ്റാർ ബൈ വൈ സ്റ്റാർ. സിമ്പിൾ ട്രിഗ്നോമെട്രി. സോ ട്രിഗ്നോമെട്രി വെച്ച് നമ്മൾ ഈ ഇക്വേഷൻ എടുക്കുന്നു. എച്ച് ബൈ വൈ ഈസ് ഈക്വൽ ടു എച്ച് ബാർ ബൈ വൈ ബാർ ഈസ് ഈക്വൽ ടു എച്ച് സ്റ്റാർ ബൈ വൈ സ്റ്റാർ. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എഴുതാം എച്ച് ഈസ് ഈക്വൽ ടു വൈ സൈൻ തീറ്റ അല്ലെ. എച്ച് ഈസ് ഈക്വൽ ടു വൈ സൈൻ തീറ്റ, എച്ച് ബാർ ഈസ് ഈക്വൽ ടു വൈ ബാർ സൈൻ തീറ്റ, അല്ലെങ്കിൽ എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു വൈ സ്റ്റാർ സൈൻ തീറ്റ. 3 ഇക്വേഷൻസ് എഴുതാം. ഇവിടെ നമുക്ക് ആവശ്യമുള്ള 2 ഇക്വേഷൻസ് ആണ്, അത് 2 ഞാൻ എഴുതിയിട്ടുണ്ട്. സോ എച്ച് ഈസ് ഈക്വൽ ടു വൈ സൈൻ തീറ്റ, എച്ച് ബാർ ഈസ് ഈക്വൽ ടു വൈ ബാർ സൈൻ തീറ്റ. സോ ട്രിഗ്നോമെട്രി അപ്ലൈ ചെയ്യുന്നു, എച്ചിനെ നമ്മൾ വൈ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനി നോക്കുക, ഇക്വേഷൻ 1 റോ ജി എച്ച് ഇൻറ്റു ഡി എ ആണ്. ഇക്വേഷൻ 2 എച്ച് ഈസ് ഈക്വൽ ടു വൈ സൈൻ തീറ്റ ആണ്. സോ ഈ എച്ചിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, വൈ സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. മനസ്സിലായോ? ഈ എച്ചിന് പകരം വൈ സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്ക് നോക്കാം. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2 in y, we will get f is equal to rho g y sin theta into dA. സോ എച്ചിന് പകരം വൈ സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇതിൽ നിങ്ങൾക്കറിയാം റോ ജി കോൺസ്റ്റന്റ് ആണ്, സൈൻ തീറ്റ കോൺസ്റ്റന്റ് ആണ്. തീറ്റ ഒരു സിംഗിൾ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ആയിരിക്കും ഒരു പെർട്ടിക്കുലർ സർഫസിന് ഉണ്ടാവുക. സോ തീറ്റ ഈസ് കോൺസ്റ്റന്റ്, റോ ഈസ് കോൺസ്റ്റന്റ്, ജി ഈസ് കോൺസ്റ്റന്റ്, ഓൺലി വൈ ഈസ് വേരിയബിൾ. സോ അതുകൊണ്ട് റോ ജി സൈൻ തീറ്റ പുറത്തെടുക്കുന്നു. റോ ജി സൈൻ തീറ്റ പുറത്തെടുത്തു. ഇന്റഗ്രൽ വൈ ഡി എ. സോ ഇന്റഗ്രൽ വൈ ഡി എ ഈസ് നത്തിങ് ബട്ട് ദ ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഏരിയ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഏരിയ എന്താണെന്നൊക്കെ പറഞ്ഞു, നിങ്ങളോട് പഴയ വീഡിയോസും കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇന്റഗ്രൽ വൈ ഡി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഏരിയ ആണ്. ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഏരിയ ഈസ് നത്തിങ് ബട്ട് എ ഇൻറ്റു വൈ ബാർ അല്ലെ, ഏരിയ ഇൻറ്റു സി ജി ഡിസ്റ്റൻസ്. സോ ഇവിടെയാണ് നമ്മൾ വൈ എടുത്തതിന്റെ ഇമ്പോർട്ടൻസ് വരിക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വൈ ബാർ അല്ലെങ്കിൽ I0 എന്നൊക്കെ പറയുന്ന വാല്യൂസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ സെന്റർ ഓഫ് ഗ്രാവിറ്റി, നമ്മൾ അതിന്റെ പൊസിഷൻ ഏതാണ് ആ പൊസിഷന് വിത്ത് റെസ്പെക്റ്റ് ആ പറയാം. സോ ഇവിടെ ഇൻക്ലൈൻഡ് ആയിട്ടിരിക്കുമ്പോൾ ആ ഇൻക്ലൈൻഡ് ഡെപ്തിന് വെച്ചാണ് അതിന്റെ സി ജി ഒക്കെ പറയാം. സോ ദാറ്റ് ഈസ് വൈ വൈ ബാർ ഈസ് കമ്മിങ്. സോ എച്ച് വെച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാൻ പറ്റില്ല. സോ വി ആർ കൺവേർട്ടിങ് എച്ച് ഇൻറ്റു വൈ. സോ എ വൈ ബാർ എന്ന് നമുക്ക് കിട്ടി. സോ റോ ജി സൈൻ തീറ്റ ഇൻറ്റു ഇന്റഗ്രൽ വൈ ഡി എയിൽ ഇന്റഗ്രൽ വൈ ഡി എ എന്ന് പറയുന്ന ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഏരിയ ആണ്. ദാറ്റ് ഈസ് എ വൈ ബാർ. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഈസ് ഈക്വൽ ടു റോ ജി സൈൻ തീറ്റ ഇൻറ്റു എ വൈ ബാർ. ഇതിനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യാണ്. സോ റോ ജി എ ഇൻറ്റു വൈ ബാർ സൈൻ തീറ്റ. സോ റോ ജി സൈൻ തീറ്റ എ വൈ ബാറിനെ റീഅറേഞ്ച് ചെയ്താൽ റോ ജി എ ഇൻറ്റു വൈ ബാർ സൈൻ തീറ്റ. വാട്ട് ഈസ് വൈ ബാർ സൈൻ തീറ്റ? ഇവിടെ നോക്കി, ഇക്വേഷൻ 3 നോക്കി, എച്ച് ബാർ ഈസ് ഈക്വൽ ടു വൈ ബാർ സൈൻ തീറ്റ. ഈ ഇക്വേഷനിൽ നിന്ന് കിട്ടുന്ന. സോ വൈ ബാർ സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എച്ച് ബാർ. സോ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ ചെയ്തത് ഒരു സ്ട്രിപ്പ് എടുത്തു, ആ സ്ട്രിപ്പിന്റെ ഫോഴ്സ് കണ്ടുപിടിച്ചു ഡി എഫ്, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു. ഇന്റഗ്രേറ്റ് ചെയ്ത സമയത്ത് എച്ച് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ടായിരുന്നു. ആ എച്ചിനെ നമ്മൾ ട്രിഗ്നോമെട്രി ഉപയോഗിച്ച് വൈ സൈൻ തീറ്റ എന്ന് എഴുതി. ഓക്കെ, എന്നിട്ട് ആ ഇന്റഗ്രൽ വൈ ഡി എ വന്നു. ഇന്റഗ്രൽ വൈ ഡി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഏരിയ ആണ്. ദാറ്റ് ഈസ് എ വൈ ബാർ എന്ന് കിട്ടി. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ റോ ജി എ വൈ ബാർ സൈൻ തീറ്റ എന്ന് കിട്ടി. ഇനി ഇതിൽ വൈ ബാർ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എച്ച് ബാർ ആണ്. സോ വാട്ട് യു ഗെറ്റ്, ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഇസ് ഈക്വൽ ടു റോ ജി എ എച്ച് ബാർ. ഈ ഇക്വേഷനും നിങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത 3 കേസസിലും പ്രഷർ ഫോഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്ന വാല്യൂ എത്രയാണ്? റോ ജി എ എച്ച് ബാർ. 3 കേസിലും ഒരേ ടോട്ടൽ പ്രഷർ ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് റോ ജി എ എച്ച് ബാർ. റോ എന്ന് വെച്ചാൽ എന്താണ്? റോ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. ജി എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എ എന്താണ്? ഏരിയ ഓഫ് ദ പ്ലെയിൻ സർഫസ്. എച്ച് ബാർ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഓഫ് ദ സി ജി ഫ്രം ദ ഫ്രീ സർഫസ്. ഇവിടെ വ്യത്യാസം, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആ പെർട്ടിക്കുലർ സർഫസിന്റെ പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ടല്ല, കറക്റ്റ് പെർപെൻഡിക്കുലർ ആണ്. പൊസിഷനുമായി ബന്ധപ്പെട്ടത് വൈ ബാർ ആയിരിക്കും. സോ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ എടുക്കേണ്ടത്. സോ എഫ് ഈസ് ഈക്വൽ ടു റോ ജി എ എച്ച് ബാർ. സോ എച്ച് ബാർ എപ്പോഴും വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണെന്ന് മാത്രം ഓർത്തിരിക്കും. സോ ദിസ് ഈസ് യുവർ ടോട്ടൽ പ്രഷർ ഇക്വേഷൻ. Now what you have to find next is center of pressure location അല്ലെ. സെന്റർ ഓഫ് പ്രഷർ എവിടെയാണെന്ന് നമുക്ക് ലൊക്കേറ്റ് ചെയ്യണം. അതായത് എച്ച് സ്റ്റാർ കണ്ടുപിടിക്കണം. ഓക്കെ, സോ എച്ച് സ്റ്റാർ കണ്ടുപിടിക്കാൻ നമുക്ക് തുടങ്ങാം. എച്ച് സ്റ്റാർ കണ്ടുപിടിക്കാൻ നമ്മൾ സാധാരണ എന്താ ചെയ്യുക? നമ്മളൊരു ഇക്വേഷൻ ഉണ്ട്. എന്തായിരുന്നു? പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ്. പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ
moment due to resultant force about a particular axis will be equal to sum of moments due to individual forces അല്ലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ പഴയ സ്ലൈഡിലോട്ടൊക്കെ പോയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്തോ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ്. സെയിം പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് ആണ് നമ്മൾ സെന്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കാൻ ഇവിടെ ഉപയോഗിക്കുക. സോ മൊമെന്റ് ഡ്യൂ ടു നമ്മുടെ എന്താണ് മൊമെന്റ് ഡ്യൂ ടു നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ ഫോഴ്സ്, അതായത് റിസൾട്ടന്റ് ഫോഴ്സ്, അതാണ് ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. ദാറ്റ് ഇൻറ്റു ആ മൊമെന്റ് വിൽ ബി ഈക്വൽ ടു മൊമെന്റ് ഡ്യൂ ടു ഈച്ച് ഇൻഡിവിജ്വൽ ഫോഴ്സ്. സോ ഈ സ്ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രിപ്പിൽ ഓരോ സ്ട്രിപ്പിലും ഓരോ ഫോഴ്സസ് ഉണ്ടാവും. ആ ഓരോ ഫോഴ്സസും ഈ ആക്സിസിന് റെസ്പെക്റ്റ് ആയിട്ട് ഓരോ മൊമെന്റ് ഉണ്ടാവും. സോ സം ഓഫ് ദാറ്റ് മൊമെന്റ് വിൽ ബി ഈക്വൽ ടു മൊമെന്റ് ഡ്യൂ ടു റിസൾട്ടന്റ് ഫോഴ്സ്. ആ ഇക്വേഷൻ വെച്ച് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. അത് വെച്ചിട്ട് നമ്മൾ എച്ച് സ്റ്റാർ കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് എ പ്രൊസീജിയർ ആസ് എ ഷോർട്ട്. Now let's see total pressure force on the strip. So നമ്മൾ സ്ട്രിപ്പ് എടുത്തു. ആ സ്ട്രിപ്പിലെ പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഡി എഫ് എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക അല്ലെ. ഡി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോ ജി എച്ച് ഇൻറ്റു ഡി എ. സോ എച്ച് ഡെപ്തിലുള്ള പ്രഷർ ഇന്റൻസിറ്റി റോ ജി എച്ച് ആണ്. അതിന്റെ ഏരിയ, സ്ട്രിപ്പിന്റെ ഏരിയ ഡി എ ആണ്. സോ വാട്ട് വിൽ ബി ദ ഫോഴ്സ്? റോ ജി എച്ച് ഇൻറ്റു ഡി എ. സോ റോ ജി എച്ച് ഇൻറ്റു ഡി എ ആണ് ഫോഴ്സ്. ഇത് നമ്മൾ ആ ഫോഴ്സ് കൊണ്ടുള്ള മൊമെന്റ് കണ്ടുപിടിക്കാൻ പോകും. വാട്ട് വിൽ ബി ദ മൊമെന്റ്? ജസ്റ്റ് എച്ചിന് ഞാൻ വൈൻ സൈൻ തീറ്റ എന്നൊന്ന് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. റോജി വൈ സൈൻ തീറ്റ ഇൻറ്റു ഡി എ നമ്മൾ നേരത്തെ എഴുതി തന്നെ. നൗ മൊമെന്റ് ഓഫ് ഫോഴ്സ് ഡി എഫ്. ഈ ഡി എഫ് ഫോഴ്സ് കൊണ്ട് ഓ ആക്സിസിൽ ഉണ്ടാവുന്ന മൊമെന്റ്. നമ്മൾ എടുക്കുന്ന മൊമെന്റിന്റെ മുഴുവൻ ഓ ആക്സിസിലോട്ടാണ് എടുക്കുന്നത്. സോ മൊമെന്റ് ഓഫ് ഫോഴ്സ് ഡി എഫ്. ഡി എഫ് എന്ന് പറഞ്ഞാൽ റോജി വൈ സൈൻ തീറ്റ ഡി എ ആണ്. ആ മൊമെന്റ് കൊണ്ട് ആ ഫോഴ്സ് കൊണ്ട് ഓ ആക്സിസിലോട്ടുള്ള മൊമെന്റ് എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. സോ ഈ ഒരു പെർട്ടിക്കുലർ ഫോഴ്സിനെ നമ്മൾ ഡിസ്റ്റൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. ഇവിടെ നോക്കിക്കേ, ഇതാണ് ഡി എഫ്. അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാ? വൈ. സോ ദിസ് ഈസ് യുവർ ഡി എഫ് ഫോഴ്സ്. അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ടു ദ ആക്സിസ് ഈസ് വൈ. സോ വാട്ട് വിൽ ബി ദ മൊമെന്റ്? ഡി എഫ് ഇൻറ്റു വൈ. സോ യു ഗോട്ട് ദ മൊമെന്റ് ഡി എഫ് ഇൻറ്റു വൈ. ഓർക്കുക, മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഇവിടെ ഫോഴ്സ് ഇതാണ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡി എഫ് ഇൻറ്റു വൈ എടുക്കുന്നത്, ഡി എഫ് ഇൻറ്റു എച്ച് എടുക്കാത്തത്. ഓർക്കുക, ഇതല്ല പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആക്സിസിലോട്ട്. സോ ഡി എഫ് ഇൻറ്റു വൈ. ദാറ്റ് ഈസ് യുവർ മൊമെന്റ് ഓഫ് ഫോഴ്സ് അബൌട്ട് ദ ആക്സിസ് ഓ. സോ റോ ജി വൈ സൈൻ തീറ്റ ഡി എ ഇൻറ്റു വൈ. സോ വൈയും വൈ സ്ക്വയർ ആയി അല്ലേ. സോ റോ ജി വൈ സ്ക്വയർ സൈൻ തീറ്റ ഡി എ. സോ യു ഗോട്ട് മൊമെന്റ് ഓഫ് ഫോഴ്സ് ഡി എഫ് അബൌട്ട് ദ ആക്സിസ് ഓ ഈസ് റോ ജി വൈ സ്ക്വയർ സൈൻ തീറ്റ ഡി എ. സോ ഒരു സിംഗിൾ ഫോഴ്സ് ഡി എഫ് കൊണ്ട് ഓ ആക്സിസിൽ ഉണ്ടാവുന്ന മൊമെന്റ്, അതാണ് റോ ജി വൈ സ്ക്വയർ സൈൻ തീറ്റ ഡി എ. നമുക്ക് വേണ്ടത് എന്താ? സം ഓഫ് മൊമെന്റ് ഡ്യൂ ടു ഓൾ ഇൻഡിവിജ്വൽ ഫോഴ്സസ്. ഇതുപോലെ ഒരുപാട് സ്ട്രിപ്സ് എ ടു ബി എടുത്തു കഴിഞ്ഞാൽ ആ ഓരോ സ്ട്രിപ്പിലും ഉള്ള മൊമെന്റ്, അതിന്റെ സം, അതാണ് വേണ്ടത് അല്ലെ. അപ്പോൾ ഈ സ്ട്രിപ്പിന് എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ വാട്ട് വിൽ ബി ദ സം ഓഫ് മൊമെന്റ്സ് ഓഫ് ഓൾ ഫോഴ്സസ് അബൌട്ട് ഓ? ജസ്റ്റ് ഇന്റഗ്രേറ്റ് ദിസ് റോ ജി വൈ സ്ക്വയർ സൈൻ തീറ്റ ഇൻറ്റു ഡി എ. റോ ജി വൈ സ്ക്വയർ സൈൻ തീറ്റ ഇൻറ്റു ഡി എന്ന് കിട്ടി. സോ അതിൽ റോ ജി സൈൻ തീറ്റ എല്ലാം കോമൺ ആണ്, പുറത്തെടുത്തു. ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി എ. ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി എ എന്താ? സെക്കൻഡ് മൊമെന്റ് ഓഫ് ഇനേഷ്യ അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. സെക്കൻഡ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇസ് നത്തിങ് ബട്ട് I0. സോ വാട്ട് യു ഗോട്ട് സം ഓഫ് മൊമെന്റ്സ്? ഇറ്റ് ഈസ് റോ ജി സൈൻ തീറ്റ I0. ഓക്കെ, റോ ജി സൈൻ തീറ്റ I0, ദാറ്റ് ഈസ് യുവർ ഇക്വേഷൻ 1. ഇവിടെ എന്താ ചെയ്ത്? ഒരു സ്ട്രിപ്പ് എടുത്തു, ആ സ്ട്രിപ്പിലുള്ള ഫോഴ്സ് കണ്ടുപിടിച്ചു, ആ ഫോഴ്സ് കൊണ്ടുണ്ടാവുന്ന മൂവ്മെന്റ് അബൌട്ട് ഓ, ദാറ്റ് ഈസ് ഡി എഫ് ഇൻറ്റു വൈ കണ്ടുപിടിച്ചു. അതൊരു സിംഗിൾ സ്ട്രിപ്പ് ആണ്, അതുപോലെ ഒരുപാട് സ്ട്രിപ്പ് ഉണ്ട്. സോ ടോട്ടൽ സം ഓഫ് മൊമെന്റ്സ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡി എഫ് ഇൻറ്റു വൈ. അത് ചെയ്തു. യു ഗോട്ട് റോ ജി സൈൻ തീറ്റ I0. ഓക്കെ, നൗ വാട്ട് യു നീഡ്? മൊമെന്റ് ഡ്യൂ ടു ദ റിസൾട്ടന്റ് ഫോഴ്സ്. ഇവിടുത്തെ റിസൾട്ടന്റ് ഫോഴ്സ് എഫ് ആണ്. എഫ് ആക്ട് ചെയ്ത ഡിസ്റ്റൻസ് വൈ സ്റ്റാർ ആണ് അല്ലെ. സോ മൊമെന്റ് ഡ്യൂ ടു റിസൾട്ടന്റ് ഫോഴ്സ് അബൌട്ട് ഓ ഇസ് നത്തിങ് ബട്ട് എഫ് ഇൻറ്റു വൈ സ്റ്റാർ. വൈ സ്റ്റാർ എടുക്കാനുള്ള കാരണം ഈ ഫോഴ്സ് എഫിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ടു ദ ആക്സിസ് അല്ലെ. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. സോ എഫ് ഇൻറ്റു വൈ സ്റ്റാർ. എഫ് ഇൻറ്റു എച്ച് സ്റ്റാർ അല്ല, എഫ് ഇൻറ്റു വൈ സ്റ്റാർ. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ വാട്ട് യു ഗെറ്റ് ഹിയർ? എഫ് ഈസ് നത്തിങ് ബട്ട് റോ ജി എ എച്ച് ബാർ. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ പ്രഷർ ആണ്. അതിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. റോ ജി എ എച്ച് ബാർ ഇൻറ്റു വൈ സ്റ്റാർ. So as per principle of moment, 1 is equal to 2 അല്ലെ. From principle of moments we have 1 is equal to 2. അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം.
So rho g sin theta I0. Rho g sin theta I0 is equal to rho g AH bar into y star. Rho g I0 sin theta is equal to rho g AH bar y star. So അതിൻ്റെ അകത്ത് നമുക്ക് y star എടുത്തു കഴിഞ്ഞാൽ it will be equal to I0 sin theta by AH bar. So y star is the distance of the center of pressure from OO axis. OO axis നിന്നുള്ള center of pressure ഡിസ്റ്റൻസ് ആണ് y star. ആ y star എന്ന് പറഞ്ഞാൽ I0 sin theta by AH bar ആണ്. പക്ഷെ ഓർക്കുക, നമുക്ക് വേണ്ടത് y star അല്ല, എന്താ വേണ്ടേ? H star ആണ് അല്ലെ. സെന്റർ ഓഫ് പ്രഷർ ഡിസ്റ്റൻസ് ഫ്രം ഫ്രീ സർഫസ് ആണ് വേണ്ടേ. ഈ ഫ്രീ സർഫസിൽ നിന്നുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് H star ആണ്. നമുക്ക് ഇവിടെ കിട്ടിയത് എന്താണ്? y star ആണ്. അപ്പോൾ y സ്റ്റാറിനെ എന്താക്കണം? H star ആക്കണം. അതിനെന്താ ചെയ്യുക? ട്രിഗ്നോമെട്രി അല്ലേ. സോ ട്രിഗ്നോമെട്രി ഇക്വേഷൻസ് നമുക്ക് ഓർമ്മയുണ്ട്. സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു H star by y star. സൈൻ തീറ്റ H star by y star ആണ്. സോ വാട്ട് വിൽ ബി y star ഫ്രം ദിസ് H star by സൈൻ തീറ്റ? മനസ്സിലാവുന്നുണ്ടോ? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ H star by y star ആണ്. ഈ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ H star by y star, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സോ H star by y star, അതിൽ നിന്ന് y star is equal to H star by sin theta. നമുക്ക് y star അല്ല വേണ്ടത്, അതുകൊണ്ടാണ് നമ്മൾ y starനെ H star ആക്കുന്നത്. സോ പുട്ട് 4 in 3 you get H star by sin theta is equal to I0 sin theta by AH അല്ലെ. അതായത് H star is equal to I0 sin square theta by AH bar. H star കിട്ടി. പക്ഷെ ഇവിടെ വെച്ച് നമുക്ക് നിർത്താൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞിരുന്നു, I0 എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ I0 അല്ലെങ്കിൽ IO എന്ന് പറയുന്നത് ഈ O ആക്സിസിലോട്ടുള്ള, കണ്ടോ, OO ആക്സിസിലോട്ടുള്ള സെന്റർ ഓഫ് ഗ്രാവിറ്റിയാണ്, സോറി മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. പക്ഷെ നമുക്കറിയാവുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യ സെൻട്രോയിഡൽ ആക്സിസിന്റെ ആണ് അല്ലെ. നമുക്കറിയാവുന്നത് സെൻട്രോയിഡൽ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. ഇവിടെ തന്നിരിക്കുന്നത് OOന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? OOന് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നമുക്കറിയാവുന്ന ടേംസിലോട്ട് ഇത് മാറ്റണം. അതായത് ഈ ഒരു വാല്യൂ ഈ സെൻട്രോയിഡൽ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആയിട്ട് മാറ്റണം. അതിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ ചെയ്തത്? മനസ്സിലായോ നിങ്ങൾക്ക്? നമുക്ക് I0 എന്ന് പറഞ്ഞാൽ YdA, ഇന്റഗ്രൽ y² dA ആയിരുന്നു. y എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എവിടെ നിന്നാണ്? OO ആക്സിസിൽ നിന്നാണ്. അപ്പോൾ OO ആക്സിസിലെ സെന്റർ ഓഫ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് I0 അല്ലെ. പക്ഷെ I0ന്റെ വാല്യൂ നമുക്കറിയില്ല. ഇപ്പൊ റെക്ടാങ്കിൾ ആണെങ്കിൽ BD³ എന്ന് പറയുന്ന I0 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആക്സിസിലല്ല, സെൻട്രോയിഡൽ ആക്സിസിലെ IG ആണ്. അപ്പൊ നമുക്കറിയാവുന്ന വാല്യൂ IG ആണ്. സോ I0നെ IG കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എന്താണ്? പാരലൽ ആക്സിസ് തിയറം അല്ലെ. I0 is equal to IG plus AY bar square. സോ IG എന്ന് പറഞ്ഞാൽ സെൻട്രോയിഡൽ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ, A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ ഫിഗർ, Y ബാർ എന്ന് വെച്ചാൽ രണ്ട് ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇവിടെ രണ്ട് ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ? OO ആക്സിസിലാണ് I0, സെൻട്രോയിഡൽ ആക്സിസിലാണ് IG. അത് രണ്ട്. ഇപ്പൊ ഈ ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് Y ബാർ. So IG plus AY bar square. So I0 is equal to IG plus AY bar square. So substitute that in this. പക്ഷെ y ബാറിന് പകരം നമ്മൾ H bar sin theta എടുക്കുന്നു. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. sin theta is equal to H star by y star is equal to H bar by y bar അല്ലെ. സോ സെയിം കേസിൽ ട്രിഗ്നോമെട്രി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും y bar is equal to H bar sin theta. നമ്മളെല്ലാം H bar ടേംസിലോട്ട് മാറ്റാം. സോ IG is equal to I0 is equal to IG plus A into H bar by sin theta whole square. Substitute ചെയ്യുക, you will get IG plus A into y ബാറിന്റെ സ്ഥാനത്ത് H bar by sin theta whole square into sin square theta by AH bar. നമ്മൾ ഈ ഇക്വേഷനിലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ H star നമുക്കറിയാം, I0ക്ക് പകരം IG plus A into H bar sin theta സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ബാക്കിയുള്ള sin square theta by AH bar. സോ നമ്മളൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ജസ്റ്റ് IG into sin square AH bar plus AH bar square by sin square theta plus IG into sin square theta by AH bar. അടുത്തത് AH bar square sin theta into sin square theta by AH bar. ഇപ്പോൾ sin square theta വെട്ടിപ്പോവും, AH ബാറും വെട്ടിപ്പോവും അല്ലെ. ബാക്കി ഉണ്ടാവുന്ന ഇവിടെ ഒരു H bar മാത്രമേ ഉള്ളൂ. സോ യു വിൽ ഗെറ്റ് ദ ഇക്വേഷൻ ആസ് IG AH bar by sin square theta plus H bar. ഓക്കെ, IG AH bar by sin square theta plus H bar. ഇതാണ് equation of center of pressure distance from the free surface to the center of pressure when you have an inclined body. So നമ്മളൊരു ലിക്വിഡ് മീഡിയത്തിൽ ഒരു ബോഡി ഇൻക്ലൈൻഡ് ആയിട്ട് ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ
സെന്റർ ഓഫ് പ്രഷറിലോട്ടുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ ആണിത്. ഐ ജി ഈസ് ഈക്വൽ ടു എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു ഐ ജി ബൈ എ എച്ച് ബാർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് എച്ച് ബാർ. പ്രൊസീജിയർ സെയിം ആണ്. സോറി, ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഈ ഒരു കേസിൽ, ഇൻക്ലൈൻഡ് കേസിൽ എല്ലാ ഡിസ്റ്റൻസും അറിയുന്ന വൈയിലോട്ടാണ്. ആ വൈയിലെ ഡിസ്റ്റൻസ് എച്ചിലോട്ട് ആക്കണം എന്നുള്ള ഒരു ഡിഫറൻസ് മാത്രമേ ഈ ഡെറിവേഷനിലുള്ളൂ. മനസ്സിലായോ? ഇൻക്ലൈൻഡ് ഡിസ്റ്റൻസിന് നമ്മൾ എച്ചിന്റെ ടേംസിലോട്ട്, വെർട്ടിക്കൽ ഡിസ്റ്റൻസിലോട്ട് മാറ്റണം. അതിന് നമ്മൾ ചെയ്യുന്നത് ട്രിഗ്നോമെട്രി, ജസ്റ്റ് ട്രിഗ്നോമെട്രി ഉപയോഗിക്കുക. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എച്ച് ബൈ വൈ, എച്ച് ബാർ ബൈ വൈ ബാർ, എച്ച് സ്റ്റാർ ബൈ വൈ സ്റ്റാർ. അത് ഉപയോഗിച്ച് എച്ചിന്റെ വൈയിലോട്ട് കൺവേർട്ട് ചെയ്തു. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫസ്റ്റ് ഡെറിവേഷന്റെ സെയിം ആണ്. എന്താ ചെയ്യേണ്ടത്? ആദ്യം പ്രിൻസിപ്പിൾ ഓഫ് മൂവ്മെന്റ്സ് അപ്ലൈ ചെയ്യണം. പ്രിൻസിപ്പിൾ ഓഫ് മൂവ്മെന്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ റിസൾട്ടന്റ് ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന മൊമെന്റ്, ദാറ്റ് ഈസ് എഫ് ഇൻറ്റു വൈ സ്റ്റാർ. ഇനി ഡ്യൂ ടു ഇൻഡിവിജ്വൽ ഫോഴ്സസ്. അപ്പോൾ ഒരു സ്ട്രിപ്പ് എടുക്കുക, ആ സ്ട്രിപ്പിന്റെ ഫോഴ്സ് കണ്ടുപിടിക്കുക, അതിന്റെ മൊമെന്റ് കണ്ടുപിടിക്കുക എബൌട്ട് ഓ ആക്സിസ്. അപ്പോൾ എന്നിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, രണ്ടോട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വൈ സ്റ്റാറിന്റെ ഇക്വേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വൈ സ്റ്റാർ അല്ല വേണ്ട, എച്ച് സ്റ്റാർ കണ്ടുപിടിക്കണം. സോ വൈ സ്റ്റാറിനെ എച്ച് സ്റ്റാറിന്റെ ടേംസിലോട്ട് ട്രിഗ്നോമെട്രി ഉപയോഗിച്ചിട്ട് കൺവേർട്ട് ചെയ്തു. അതിനുശേഷം I0 വാല്യൂ ഉണ്ട്. I0ന് നമ്മൾ ഐ ജി ആക്കുന്നു, അല്ലെ? ഐ ജി ആക്കുന്ന സമയത്ത് അവിടെ വൈ ഉണ്ട്, ആ വൈനെ നമ്മൾ എച്ച് ആക്കുന്നു. I0നെ ഐ ജിന്റെ ടേംസിൽ എഴുതി, ആ ഐ ജിന്റെ ഇക്വേഷൻ, ആ ഇക്വേഷനിലുള്ള വൈ ബാറിനെ മാറ്റി നമ്മൾ എച്ച് ബാറിന്റെ ടേംസിലോട്ട് എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സെന്റർ ഓഫ് പ്രഷറിന്റെ ഇക്വേഷൻ കിട്ടി. അപ്പൊ നമുക്ക് ടോട്ടൽ പ്രഷർ കിട്ടി, സെന്റർ ഓഫ് പ്രഷർ. ഈ 3 ഡെറിവേഷൻ ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇതിൽ ആദ്യത്തെ ഡെറിവേഷനും ലാസ്റ്റ് ഡെറിവേഷനും ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഈ ഇക്വേഷൻസ് നിങ്ങൾ ഓർത്ത് വെക്കണം. സോ ആ ഇക്വേഷൻസ് നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. ഒരു ജനറൽ കാസ് എടുത്തതാൽ, ഫോർ വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ ആൻഡ് ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസ് ഇമേഴ്സ്ഡ് ഇൻ എ ലിക്വിഡ്, ടോട്ടൽ പ്രഷർ എഫ് ഈസ് ഈക്വൽ ടു റോ ജി എ എച്ച് ബാർ. നമ്മൾ 3 കേസ് എടുത്തു. ആ 3 കേസിലും ടോട്ടൽ പ്രഷറിന്റെ ഇക്വേഷൻ സെയിം ആണ്, റോ ജി എ എച്ച് ബാർ, അല്ലെ? ഇനി ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസ് എടുത്തു കഴിഞ്ഞാൽ, ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസിന്റെ സെന്റർ ഓഫ് പ്രഷർ എന്താണ്? ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസിന്റെ സെന്റർ ഓഫ് പ്രഷർ എന്ന് പറഞ്ഞാൽ എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു ഐ ജി ബൈ എ എച്ച് ബാർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് എച്ച് ബാർ. ഐ ജി ബൈ എ എച്ച് ബാർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് എച്ച് ബാർ. ഇതൊരു ജനറൽ കേസ് ആണ്, അല്ലെ? ഇൻക്ലൈൻ ചെയ്തിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ജനറൽ കേസ് ആണ്, തീറ്റ ആംഗിൾ. ആ തീറ്റന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് നമുക്ക് ഏത് കേസും ഇതിൻ്റെ അകത്ത് എടുക്കാം. ഈ ഒരു ഫിഗർ ആണ് നമ്മൾ എടുത്ത്, ഇതാണ് തീറ്റ, അല്ലെ? സപ്പോസ് തീറ്റ 0 ആയി എന്ന് വിചാരിക്കാം. ഈ തീറ്റ 0 ആയാലും അതിന്റെ അർത്ഥം എന്താ? ഈ ഫ്രീ സർഫസിന് പാരലൽ ആയിട്ടാണ് ഈ സർഫസ് എടുക്കുന്നത്. അതിന്റെ അർത്ഥം വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 0 ഇറ്റ് ഈസ് ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസ്, അല്ലെ? ഈ തീറ്റ 0 ആയിട്ടൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഈ ഒരു സാധനം ഇങ്ങനെ പൊന്തി പൊന്തി വന്ന് ഇതിന് പാരലൽ ആയിട്ട് നിൽക്കും. അതാണ് നമ്മുടെ രണ്ടാമത്തെ കേസ്, തീറ്റ ഈസ് ഈക്വൽ ടു 0 ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസ്. സോ ഈ ഇക്വേഷനിൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സൈൻ 0 0 ആണ്, എച്ച് സ്റ്റാർ വിൽ ബി ഈക്വൽ ടു എച്ച്, അല്ലെ? എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു എച്ച് ബാർ ഈസ് ഈക്വൽ ടു എച്ച്. ഇപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസിന്റെ ഇക്വേഷൻ കിട്ടി. അപ്പൊ ഇത് ഓർത്തിരിക്കുക. അടുത്ത തീറ്റ 90 ആണെന്ന് വിചാരിക്കുക. തീറ്റ 90 ആയാലും ഇത് നേരെ കുത്തനെയായി, അല്ലെ? തീറ്റ 90 ആയി കഴിഞ്ഞാൽ ഇത് നേരെ കുത്തനെയായി. കുത്തനെ ആയാലും അതിന്റെ അർത്ഥം വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ്. വെർട്ടിക്കൽ പ്ലെയിൻ സർഫസിന്റെ ഇക്വേഷൻ എന്താ? സൈൻ 90 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ഐ ജി എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. ഓക്കെ, ഇതാണ് നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ. സോ ഈ ഒരു ഇക്വേഷൻ ഓർത്തിരുന്ന നിങ്ങൾക്ക് 2 ഇക്വേഷനും ഡിറൈവ് ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ ഓർത്തിരിക്കാം. സോ ഈ 3 കേസസിന്റെ ടോട്ടൽ പ്രഷറിന്റെയും സെന്റർ ഓഫ് പ്രഷറിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതിൽ ഓരോ ടേംസ് നിങ്ങൾക്ക് അറിയാം. എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് സർഫസ് ആണ്. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ മെയ്ഡ് ബൈ ദ പ്ലെയിൻ സർഫസ് വിത്ത് ഫ്രീ ലിക്വിഡ്, ആ ഇൻക്ലിനേഷൻ ആംഗിൾ ആണ്. എച്ച് ബാർ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ടു ദ സി ജി. ഐ ജി എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദ സെൻട്രോയിഡൽ ആക്സിസ്. റോ ഈസ് ദ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്, ജി ഈസ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ ഈ ഇക്വേഷൻസ് വെച്ചാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുക. ഇതിൽ നമുക്ക് വേണ്ട ഒരു സാധനം ഉണ്ട്, അല്ലെ? എച്ച് ബാറും ഐ ജിയും. അത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ തിയറി ഓഫ് സ്ട്രക്ചേഴ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊന്ന് റീകോൾ ചെയ്താലും പല ബേസിക് ഷേപ്സ്, ഇവിടെ റെക്ടാങ്കുലർ പ്ലെയിൻ ഫിഗർ ഉണ്ട്, സർക്കിൾ ഉണ്ട്, ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതുപോലെ ഒരു ട്രപ്പീസി ഉണ്ട്. സോ ഇതിന്റെ ഒക്കെ സി ജി ഡിസ്റ്റൻസ് അതുപോലെ ഐ ജി ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക. നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇത് ഓർത്തിരിക്കണം. ഐ ജി വാല്യൂ എത്രയാണെന്ന്, ഓരോ ഫിഗറിന്റെ ഐ ജി വാല്യൂ എത്രയാണെന്ന് അറിയണം, അതിന്റെ സി ജി എത്രയാണെന്ന് അറിയണം. ഇപ്പൊ ട്രയാങ്കിൾ ആണെങ്കിൽ അതിന്റെ ബേസിൽ നിന്ന് എടുത്താൽ h/3, മോളിൽ നിന്ന് എടുത്താൽ 2h/3. ആ ഒരു ഡിസ്റ്റൻസിലായിരിക്കും സി ജി ഉണ്ടാവും. അതുപോലെ നമ്മുടെ ട്രപ്പീസോയിഡ് എടുത്താൽ ഇങ്ങനെ ആയിരിക്കും അതിന്റെ ത്രിജ്യം ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ തിയറി ഓഫ് സ്ട്രക്ചേഴ്സിൽ പഠിച്ചതാണ്. ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് നോക്കുക. Then with these basics we will solve some problems in the next class. So ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻസ് എല്ലാം ഓർത്തിരിക്കുക. അതുപോലെ ഈ പ്ലെയിൻ ഫിഗേഴ്സിന്റെ
ഐ ജി വാല്യൂ സെൻട്രോയിഡ് എവിടെയായിരിക്കും എന്ന് അറിഞ്ഞിരിക്കുക. ഈ 2 ബേസിക്സ് വെച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യും. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതോടെ 3 ഡെറിവേഷൻ പാർട്ട് കഴിഞ്ഞു. ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസ് ഇമ്മേഴ്സ്ഡ് ഇൻ ലിക്വിഡ്, വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ് ഇമ്മേഴ്സ്ഡ് ഇൻ ലിക്വിഡ്, അതുപോലെ ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസ് ഇമ്മേഴ്സ്ഡ് ഇൻ ലിക്വിഡ്. ഈ 3 കേസസിന്റെയും സെന്റർ ഓഫ് പ്രഷർ ലൊക്കേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ടോട്ടൽ പ്രഷർ ഫോഴ്സും കണ്ടുപിടിച്ചു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇത് വെച്ചുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യും. വിത്ത് ദാറ്റ് വി വിൽ കൺക്ലൂഡ് ദിസ് സെഷൻ. ഓക്കെ, ടിൽ ദെൻ ബൈ.